അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഈ പ്രധാനപ്പെട്ട നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് കടകംപള്ളിയിൽ നിന്നും ചോദിച്ചത്? കാരണം പലതരത്തിലുള്ള നമ്മൾ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പ്രതിപക്ഷത്തിൻ്റെതായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമേ ഈ കടകംപള്ളിയുമായി ചേർത്ത് ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. അതെല്ലാം തന്നെ അങ്ങനെയല്ല എന്ന് തഴയുന്ന കടകംപള്ളിയെ നമ്മൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും പല പ്രതികരണങ്ങൾ കണ്ടതാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇങ്ങനെയല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ സമയത്തെ ദേവസ്വം മന്ത്രിയായിട്ട് ഇരുന്ന ആൾ കൂടിയാണ്. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ചോദിച്ചറിഞ്ഞിട്ടുണ്ടാകുക? എന്തെല്ലാം കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ SITക്ക്? പൂജ, കടകംപള്ളി സുരേന്ദ്രന് ഒപ്പം PS പ്രശാന്ത്, അതായത് ഏറ്റവും അവസാനത്തെ ഈ ജയകുമാറിന് തൊട്ടു മുൻപുണ്ടായിരുന്ന 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിന്റെ മൊഴി കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ 26-ന് പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. PS പ്രശാന്തിന്റെ കാലത്താണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. കാരണം 2025-ൽ ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും എടുത്തുകൊണ്ടുപോയതാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പീഡങ്ങൾ കാണാനല്ല എന്നുള്ള വിവരവും പീഡങ്ങൾ പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന്, സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും പിന്നീട് അത് വലിയ സ്വർണ്ണക്കൊള്ളയുടെ 2019 സ്വർണ്ണക്കൊള്ളയുടെ കഥകളിലേക്കൊക്കെ പോവുകയും ചെയ്തത്. അതിൽ PS പ്രശാന്തിനും ഈ സ്വർണ്ണ ഇടപാടുകൾ അറിയാമായിരുന്നു എന്നുള്ള സംശയവും ആരോപണവും ഒക്കെ പുറത്തു വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് PS പ്രശാന്തിന് പിന്നീട് ദേവസ്വം പ്രസിഡന്റായിട്ട് തുടരാനുള്ള അവസരം നഷ്ടമാവുകയും ചെയ്തത്. ആ ബോർഡിനെ തന്നെ അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ നീട്ടിക്കൊടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. ഏതായാലും PS പ്രശാന്ത് കൂടി ചോദ്യമുനയിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ കരുതിയിരുന്നത് പോലെ ഉള്ള സംശയങ്ങളാണ് ഉയരുന്നത്. അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉന്നത തലങ്ങളിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം കോടതി, ഈ ഹൈക്കോടതി ഈ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഉന്നയിച്ച ഒരു സംശയമുണ്ട്. അതായത് സംശയം മാത്രമല്ല, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് 2019 നടന്നത് സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ അത് മറയ്ക്കാനുള്ള നീക്കമാണ് 2025 നടന്നതെന്നാണ്. 2025 നടക്കുമ്പോൾ അത് സ്വാഭാവികമായി അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിന് അത് അറിവുണ്ടായിരിക്കണം എന്നുള്ള ധ്വനി കൂടി അതിലുണ്ടായിരുന്നു. മാത്രമല്ല 2025 ഈ സ്വർണം പാളികൾ, ദ്വാരപാലക പാളികൾ എടുത്തുകൊണ്ടുപോയി വീണ്ടും ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. അതിനു മുൻപ് 2024 PS പ്രശാന്തിൻ്റെ കാലത്ത് തന്നെ ഒരിക്കൽ ഇത് കൊണ്ടുപോകാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയെങ്കിലും കൊണ്ടുപോയില്ല. അത് കൊണ്ടുപോകാഞ്ഞത് അതീവ ദുരൂഹമാണെന്നും ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ 2019 നടന്ന ദുരൂഹമായ ആ ഇടപാടുകളെല്ലാം 2025 അതിൻ്റെ ആവർത്തനം നടന്നു എന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ PS പ്രശാന്തിന് ഇതിൽ എന്താണ് റോൾ? എന്തിനാണ് PS പ്രശാന്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്? എന്താണ് PS പ്രശാന്തിൽ നിന്ന് അന്വേഷണ സംഘം അറിയാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനമാണ്. മാത്രമല്ല